യൂണിറ്റ് കോസ്റ്റിംഗിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഷോയിങ് കോസ്റ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2020. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസസ്, മെറ്റീരിയൽ കൺസ്യൂംഡ്, കാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ, മെറ്റീരിയൽ റിട്ടേൺസ്. ഇത്രയും ഐറ്റംസ് തന്നതിൽ നിന്ന് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം ഡയറക്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസസ്, കാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ, മെറ്റീരിയൽ റിട്ടേൺഡ്, ഇത്രയും ഐറ്റംസ് നമുക്കവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ എല്ലാം നെറ്റ് റിസൾട്ടാണ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, പർച്ചേസസ്, കാരേജ് ഇൻവേർഡ്, മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ, മെറ്റീരിയൽ റിട്ടേൺഡ്, ഇത്രയും ഐറ്റംസ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ പ്രൈം കോസ്റ്റ് കാൽക്കുലേഷനിലാണ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ എടുക്കുന്നത്. ദെൻ പിന്നെ അവിടെ വന്നിട്ടുള്ളത് ചാർജബിൾ എക്സ്പെൻസസ്. ചാർജബിൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നമ്മൾ പ്രൈം കോസ്റ്റിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ അത് സ്ഥാപനത്തിൽ നിന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസുകൾ, കയറ്റിറക്ക് കൂലികളെയാണ് നമ്മൾ കാരേജ് ഔട്ട്വേർഡിൽ പറയുന്നത്. അത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിലാണ് നമ്മൾ കാണിക്കുക. ദെൻ പിന്നെ അതേപോലെ നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ലീഗൽ ചാർജസ്. ലീഗൽ ചാർജസ് എന്ന് പറയുന്ന ഐറ്റം റിലേറ്റഡ് ടു ഓഫീസാണ് വരിക. ഓഫീസ് റിലേറ്റഡ് ആയിട്ടാണ് ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞ ഐറ്റം വരുന്നത്. അപ്പോൾ നമ്മളത് ഓഫീസ് ഓവർ ഹെഡ്സിലാണ് ലീഗൽ ചാർജസ് കാണിക്കുന്നത്. ഹൗലേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഫാക്ടറി. ഫാക്ടറി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഹൗലേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫാക്ടറി എക്സ്പെൻസസിൽ കാണിക്കും. ഞാൻ അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വേജസ്. ഇൻഡയറക്റ്റ് വേജസ് ഫാക്ടറി എക്സ്പെൻസസിൽ അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡിലാണ് ഇൻഡയറക്റ്റ് വേജസ് വരുന്നത്. ദെൻ പിന്നെ അവിടെ ഫാക്ടറി റെന്റ് ആൻഡ് റേറ്റ്സ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫാക്ടറി ഓവർ ഹെഡ്സിൽ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് സൺട്രി ഓഫീസ് എക്സ്പെൻസസ്. അത് നമ്മൾ ഓഫീസ് ഓവർ ഹെഡ്സിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ റോയൽറ്റി. റോയൽറ്റി എന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നതാണ്. ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണ്. അത് നമ്മൾ പ്രൈം കോസ്റ്റിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് പ്രൊഡക്റ്റീവ് വേജസ്. അതായത് ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് വേജസ് എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. പ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറയുന്ന ഐറ്റം ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അത് നമ്മൾ പ്രൈം കോസ്റ്റിന്റെ കാൽക്കുലേഷനിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് അവിടെ പറയുന്നത് മോട്ടീവ്, പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ ഐറ്റംസ് റിലേറ്റഡ് ടു ഫാക്ടറിയാണ് വരുന്നത്. ഫാക്ടറിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന പവർ ഫ്യൂവൽ എക്സ്പെൻസുകളാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് റിലേറ്റഡ് ടു ഫാക്ടറി ഓവർ ഹെഡ് ആണ് മോട്ടീവ്, പവർ ആൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐറ്റം ഫാക്ടറി സ്റ്റേഷനറി. ഫാക്ടറി സ്റ്റേഷനറി എന്ന് പറയുന്ന ഐറ്റം നമ്മുടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. റിലേറ്റഡ് ടു ഫാക്ടറിയാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഐറ്റം ഫാക്ടറി ക്ലീനിങ്. അതും സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. റിലേറ്റഡ് ടു ക്ലീനിങ് ഫാക്ടറി. സോ നമ്മളത് ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ്. ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റിലേറ്റഡ് ടു മെഷീനറീസ് നമ്മൾ ചില അതർ ഐറ്റംസ് നമ്മളവിടെ അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, അതായത് സ്പാനർ, കട്ടിംഗ് പ്ലെയർ പോലുള്ള ടൂൾസ്, അതായത് മെഷീനറിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അതർ ടൂൾസ്, അതിലെന്തെങ്കിലും റിപ്പയർ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാനർ, കട്ടിംഗ് പ്ലെയർ പോലുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലൂസ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ടു ഫാക്ടറിയാണ് വരിക. അതൊരു അസറ്റാണ്. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അസറ്റ് നമ്മൾ ഡിപ്രീസിയേഷന് വിധേയമാവും. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സിലാണ് കാണിക്കുന്നത്. ദ നെക്സ്റ്റ് ഐറ്റം അവിടെ വരുന്നത് റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഓഫീസ് എന്ന് പറയുന്നുണ്ട്. റിലേറ്റഡ് ടു ഓഫീസ് ഓവർ ഹെഡ് ആയിട്ട് നമ്മൾ കാണിക്കുക.
വാട്ടർ ചാർജസ് ഫോർ ഫാക്ടറി. സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് റിലേറ്റഡ് ടു ഫാക്ടറി ആണ്. അപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സിൽ അത് കൺസിഡർ ചെയ്യണം. ദെൻ ഫാക്ടറി ഇൻഷുറൻസ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡിൽ കാണിക്കും. ESI എന്ന് പറയുമ്പോൾ സാധാരണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്, ഫാക്ടറി ലേബേഴ്സിനാണ് ESI പോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ESI എന്ന് പറയുന്ന ഐറ്റം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അത് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഐറ്റം ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ അത് ഓഫീസ് ഓവർ ഹെഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, റിലേറ്റഡ് ടു ഓഫീസ്. ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. നമ്മളത് റിലേറ്റഡ് ടു ഓഫീസാണ്, ഓഫീസ് ഓവർ ഹെഡ് ആയിട്ടാണ് ബാങ്ക് ചാർജസിനെ കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ ഓൺ സെയിൽസ്. സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇറ്റ്സ് റിലേറ്റഡ് ടു സെയിൽസ്. അപ്പോൾ നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് കമ്മീഷൻ ഓൺ സെയിൽ എന്ന് പറയുന്ന ഐറ്റം കാണിക്കേണ്ടത്. ദെൻ കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ്. കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം നമുക്ക് ബ്ലൂ പ്രിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളത് എവിടെ കാണിക്കും? പ്രൈം കോസ്റ്റിലാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ് കാണിക്കുന്നത്. ദെൻ മെയിൻ്റനൻസ് ചാർജസ് ഓഫ് ഡെലിവറി വാൻ. സ്പെസിഫിക് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് ഏത് ഹെഡ്സിലാണ് കാണിക്കുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് മെയിൻ്റനൻസ് ചാർജസ് ഓഫ് ഡെലിവറി വാൻ കാണിക്കുന്നത്. നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾ, അതിന് വന്ന മെയിൻ്റനൻസ് ചാർജ്, അത് നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് കാണിക്കുന്നത്. ദ നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെബ്റ്റ്സ്. ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴാണ് ബാഡ് ഡെബ്റ്റ്സ് അവിടെ എറേസ് ചെയ്യുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് ടു സെയിൽസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മളത് എവിടെ കാണിക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് ബാഡ് ഡെബ്റ്റ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കാണിക്കാം. ദ നെക്സ്റ്റ് ഐറ്റം അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ്സ് പറഞ്ഞാൽ പ്യൂർലി റിലേറ്റഡ് ടു സെയിൽസ് ആണ്, നമ്മളത് എവിടെ കാണിക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിൽ കാണിക്കും. ദെൻ നെക്സ്റ്റ് ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾസ്. ഫ്രീ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് നമ്മളത് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഐറ്റം ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്. ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ചില പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ചില സമയത്ത് അത് ഹീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചില സമയത്ത് ലൈറ്റ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫാക്ടറിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് എവിടെ കാണിക്കും? ഫാക്ടറി ഓവർ ഹെഡ്സ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസ് നമ്മൾ സൺട്രി എക്സ്പെൻസസ് നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആയിട്ടാണ് സൺട്രി എക്സ്പെൻസസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഐറ്റം ഗോ ഡൗൺ റെന്റ്. ഗോ ഡൗൺ റെന്റ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം നമ്മൾ ഗോ ഡൗൺ എന്നുള്ളതുകൊണ്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പർപ്പസിന് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗോ ഡൗണിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോ ഡൗൺ റെന്റ് എന്ന് പറയുന്ന ഐറ്റത്തെ ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ഉൾപ്പെടുത്തുന്നത്. ദ നെക്സ്റ്റ് ഐറ്റം റെന്റ് ഓഫ് വെയർഹൗസ്. വെയർഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മളിവിടെ വെയർഹൗസ് എന്നുള്ളതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെന്റ് ഓഫ് വെയർഹൗസിനെ കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഐറ്റം സാനിറ്ററി എക്സ്പെൻസസ്. അത് ജനറൽ എന്ന് നമ്മളോട് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളത് എവിടെ കാണിക്കും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിലാണ് നമ്മൾ സാനിറ്ററി എക്സ്പെൻസസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ഓഫീസാണ്, നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിലാണ് ഓഡിറ്റ് ഫീ നമ്മൾ കാണിക്കുക. ദെൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഐറ്റം അതൊരു പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞതാണ് സം ഐറ്റംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഐറ്റംസ് എക്സ്ക്ലൂഡഡ് ഫ്രം കോസ്റ്റ് ഷീറ്റ്, അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷനിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഐറ്റമാണ് സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു സെയിൽസ്. അപ്പോൾ നമ്മളത് എവിടെ കാണിക്കും? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിലാണ് സെയിൽസ് ടാക്സ് നമ്മൾ കാണിക്കുക. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു
എക്സ്ക്ലൂഡഡ് ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന ഐറ്റം അത് നമ്മൾ എക്സ്ക്ലൂഡഡ് ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളത് എവിടെയും കാണിക്കുന്നില്ല. നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഐറ്റം എക്സ്ക്ലൂഡ് ചെയ്ത പോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യും. ദെൻ ഡൊണേഷൻ എന്ന് പറയുമ്പോൾ അത് സ്ഥാപനത്തിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഡൊണേഷനും ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും തമ്മിൽ യാതൊരു ബന്ധവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൊണേഷൻ എന്ന് പറയുന്ന ഐറ്റം എന്ത് ചെയ്യാണ്, എക്സ്ക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇൻകം ടാക്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡൊണേഷൻ ഇത്രയും ഐറ്റംസ് നമ്മളിവിടെ എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് വരുന്ന കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഐറ്റംസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ഒരു പർട്ടിക്കുലർ കോളം, 2 എമൗണ്ട് കോളം വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ് എന്നുള്ളത് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഫസ്റ്റ് ഐറ്റം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. നമ്മൾ പറഞ്ഞതാണ് ഏതൊക്കെ ഐറ്റംസ് ആണ് അവിടെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 2,30,000 വരുന്നുണ്ട്. ദെൻ അതിനോടുകൂടി പ്രൊഡക്റ്റീവ് വേജസ് ആഡ് ചെയ്യണം. ദെൻ കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ്, നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെ വരിക എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. ദെൻ ഇത്രയും ഐറ്റംസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ വരുന്നത്. റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, പ്രൊഡക്റ്റീവ് വേജസ്, കോസ്റ്റ് ഓഫ് ബ്ലൂ പ്രിൻറ്റ്സ്, റോയൽറ്റി ആൻഡ് ചാർജബിൾ എക്സ്പെൻസസ്. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇതെല്ലാം കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ദെൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടും. പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി 4,40,000 നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈം കോസ്റ്റ് നമുക്ക് കിട്ടി. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യുക. ഫാക്ടറി ഓവർ ഹെഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഹോലേജ്, പിന്നെ അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് വേജസ്, ഫാക്ടറി റെന്റ് ആൻഡ് റേറ്റ്സ്, ദെൻ പിന്നെ അതേപോലെ തന്നെ മോട്ടീവ്, പവർ ആൻഡ് ഫ്യൂവൽ, അതേപോലെ തന്നെ ഫാക്ടറി സ്റ്റേഷനറി, ഫാക്ടറി ക്ലീനിങ്, ലൂസ് ടൂൾസ് റിട്ടേൺ ഓഫ്, വാട്ടർ ചാർജസ് ഫോർ ഫാക്ടറി, ഫാക്ടറി ഇൻഷുറൻസ്, ESI, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, ഗോഡൗൺ റെന്റ്. ഇത്രയാണ് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്സ് എന്നുള്ളതിൽ വരുന്നത്. ഇതെല്ലാം കൂടി നമ്മൾക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ 49,000 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ്. പ്രൈം കോസ്റ്റ് നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് ടോട്ടൽ നമുക്ക് കിട്ടി 49,000. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് വരുന്നത് 4,89,000 നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇനി ഇതിനോട് കൂടി നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യണം. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് നമ്മൾ ഇതിനോട് കൂടി ആഡ് ചെയ്യുക. നമ്മൾ ഏതൊക്കെയാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിൽ വരിക എന്നുള്ളത് ആൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ലീഗൽ ചാർജസ്, സൺട്രി എക്സ്പെൻസസ്, റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ബാങ്ക് ചാർജസ്, സൺട്രി എക്സ്പെൻസസ്, സാനിറ്ററി എക്സ്പെൻസസ്, ഓഡിറ്റ് ഫീ, ഇത്രയും ഐറ്റംസ് ആണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സിൽ വരുന്നത്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 5,17,700 ആണ് കിട്ടുന്നത്. ദെൻ ഇനി അതിനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് കാരേജ് ഔട്ട്വേർഡ്, പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ ഓൺ സെയിൽസ്,
പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജസ് ഓഫ് ഡെലിവറി വാൻ, ബാഡ് ഡെപ്റ്റ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ സാമ്പിൾസ്, റെൻ്റ് ഓഫ് വെയർഹൗസ്, സെയിൽസ് ടാക്സ്. ഇത്ര ഐറ്റംസ് ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സിൽ വരുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോടുകൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് നമ്മൾക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. 5,54,000 നമുക്കവിടെ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നുണ്ട്. then ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, മെറ്റീരിയൽ ലോസ്റ്റ്, കാരേജ് ഇൻവേർഡ് ആൻഡ് മെറ്റീരിയൽ റിട്ടേൺ, ഇത്രയും ഐറ്റംസ് നമുക്കവിടെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നത് ഗോഡൗൺ റെന്റ് ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനുള്ള കാരണം ഇറ്റ്സ് മീൻ ഫോർ സ്റ്റോറിംഗ് റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ റെന്റ് ഓഫ് വെയർ ഹൗസ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് കാരണം ഇറ്റ് ഈസ് മീൻ ഫോർ സ്റ്റോറിംഗ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ അസംഷനിലാണ് നമ്മൾ ഗോഡൗൺ റെന്റും വെയർ ഹൗസ് റെന്റും എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻകം ടാക്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡൊണേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളത് എന്ത് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ദെൻ കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്ന ഐറ്റം മെറ്റീരിയൽ കൺസ്യൂമറിൽ നമ്മൾ ഉൾപ്പെടുത്തിയെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. കാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിലേക്ക് പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്ഥാപനത്തിൽ വന്ന് അത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇറക്കി വെക്കുന്നതിന് വരുന്ന കൂലിയാണ് നമ്മൾ കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതൊരു പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കിവിടെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ ഐറ്റം തന്നതുകൊണ്ട് നമ്മൾ ഇത് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്ന ഐറ്റം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, താങ്ക് യു.